Hello all, welcome to Toppers World. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ആണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക്. അതിൽ നമ്മൾ നോക്കുന്നത് യൂണിറ്റ് 4 ദ ഹീലിംഗ് ടച്ച് ആണ്. അതിൽ നമ്മൾ രണ്ടാമത്തെ ക്ലാസ് ആണിത്. ഹീലിംഗ് ടച്ചിലെ ആക്ടിവിറ്റീസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഹീലിംഗ് ടച്ചിൽ നമ്മൾ ഓൾറെഡി ഒരു ചാപ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ബാക്കിയുള്ള എക്സ്പ്ലനേഷനും എല്ലാം അടങ്ങുന്ന ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം നമുക്ക് നോക്കാം. ചാപ്റ്റർ 1 സോൾട്ട് ഇൻ ഹിസ് ഷൂസിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആക്ടിവിറ്റി 1 യു ഹാവ് റീഡ് ദ സ്റ്റോറി സോൾട്ട് ഇൻ ഹിസ് ഷൂസ് ഹാവൻറ്റ് യു. നമ്മളത് വായിച്ചിട്ടുണ്ട്. നൗ ലെറ്റ്സ് പ്ലേ ഗെയിം. ഇനി നമുക്കൊരു ഗെയിം പ്ലേ ചെയ്യാം. റീഡ് ദ ഇൻസ്ട്രക്ഷൻ കെയർഫുള്ളി. വൺ ഓഫ് യു മേ സിറ്റ് ഇൻ ദ ഹോട്ട് സീറ്റ്. ഒരാൾ ഹോട്ട് സീറ്റിലിരിക്കണം. ടേക്കിംഗ് ദ റോൾ ഓഫ് എനി ഫേമസ് സ്പോർട്സ് സ്റ്റാർ. ഏതെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള സ്പോർട്സ് ആളായിട്ട് കേട്ടോ, ഏത് പേരിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ ഇരിക്കാം. ഫേമസ് ആയിട്ടുള്ള സ്പോർട്സ് പേഴ്സൺ ആയിരിക്കണം. യുവർ ഫ്രണ്ട്സ് വിൽ ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. യു മേ ആൻസർ ദം അപ്രോപ്രിയേറ്റ്ലി. നിങ്ങൾ അവർക്ക് ആൻസർ കൊടുക്കണം. റിപ്പീറ്റ് ദ ഗെയിം ചേഞ്ചിങ് ദ റോൾസ്. അത് ഗെയിം റിപ്പീറ്റ് ചെയ്യുക, റോളുകൾ മാറ്റി മാറ്റി. അത് നിങ്ങൾക്ക് ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ആക്ടിവിറ്റി 2 യു ഹാവ് ലിസൺ ടു ദ സ്റ്റോറി. നൗ സിറ്റ് ഇൻ 2 ഗ്രൂപ്പ്സ്. നിങ്ങൾ ആ സ്റ്റോറി വായിച്ച് 2 ഗ്രൂപ്പായിട്ട് ഇരിക്കുക. യുവർ ടീച്ചർ വിൽ റീഡ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് എ സെൻറ്റൻസ്. യു മേ ആഡ് ദ റിമൈനിങ് പാർട്ട്. ഒരു സെൻറ്റൻസിൻ്റെ ആദ്യ ഭാഗം ടീച്ചർ പറയും, നിങ്ങൾ ബാക്കി ഭാഗം ഫില്ല് ചെയ്യണം ആസ് ക്യൂക്ക് ആസ് യു ക്യാൻ. ഇഫ് ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഫെയിൽസ് ദ ചാൻസ് വിൽ പാസ് ടു ദ സെക്കൻഡ് ഗ്രൂപ്പ്. ആദ്യ ഗ്രൂപ്പ് ഫെയിലായ സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് പോകും. അപ്പോൾ ടീച്ചർ എന്താണോ പറയുന്നത് അതിനനുസരിച്ചായിരിക്കണം ഈ എക്സസൈസ് നിങ്ങൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കേട്ടോ. മൂന്നാമത്തെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ദ വേർഡ് വെബ് യൂസിങ് വേർഡ്സ് ഫോർ ദ മൂവ്മെന്റ്സ് മെയ്ഡ് ഇൻ ദ ബാസ്കറ്റ് ബോൾ ഗെയിം. അപ്പോൾ ബാസ്കറ്റ് ബോൾ ഗെയിമുമായിട്ട് റിലേറ്റ് ചെയ്ത് മൂവ്മെന്റ്സിനെ പറയുന്ന കുറച്ച് വേർഡുകൾ ഉണ്ട്. അത് നമുക്ക് ഫില്ല് ചെയ്യാം. ബാസ്കറ്റ് ബോളിൽ ബൗൺസ് അവർ തന്നിട്ടുണ്ട്. ഡ്രിബിൾ, ഷൂട്ട്, റീബൗണ്ട്, ക്രോസ് ഓവർ, പാസ്. ഇത്രയാണ് ആ വേർഡ്സ് വരിക. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ്. റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ് അബൌട്ട് മൈക്കിൾ. യു ക്യാൻ യൂസ് ദ വേർഡ്സ് ഇൻ ദ വേർഡ് ക്ലൗഡ്. മൈക്കിളിനെ കുറിച്ച് ഫ്യൂ സെൻറ്റൻസസ് എഴുതണം. നിങ്ങൾക്ക് ആ ഒരു ബോക്സിനകത്ത് തന്നിരിക്കുന്ന വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് എഴുതാവുന്നതാണ്. ആദ്യത്തെ സെൻറ്റൻസ് അവർ തന്നിട്ടുണ്ട്. മൈക്കിൾ ജോർദാൻ വാസ് എ ഫേമസ് ബാസ്കറ്റ് ബോൾ പ്ലെയർ. ഹി വാസ് ബോൺ ഇൻ ദ USA. He became a famous basketball player through hard work and determination. His mother's unwavering support and encouragement helped him a lot. Michael inspired many fans with his talent and competitive spirit. He is considered one of the greatest basketball players of all time. അപ്പോൾ ഇത്രയും നമ്മൾ എഴുതിയത് ആ ബോക്സിനുള്ളിലെ വേർഡ്സ് എടുത്തിട്ടാണ് കേട്ടോ. ആക്ടിവിറ്റി 5 റീഡ് ദ ഫോളോവിങ് സെൻറ്റൻസ് ആണ്. നമുക്ക് ആദ്യം ഈ സെൻറ്റൻസസ് ഒന്ന് വായിക്കാം. മൈക്കിൾസ് പ്രോബ്ലം വാസ് ദാറ്റ് ഹി വാസ് ടു ഷോർട്ട്. ഹി വാസ് നോട്ട് സോ ടോൾ ആസ് മാർക്ക്. His father told him being taller may help you play a little better, but not so much as practice, determination and giving your best will. Mark was the tallest boy on the court. നമുക്ക് അതിനെ തുടർന്ന് തന്നിരിക്കുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഫില്ല് ചെയ്യണം. I am a mango tree. I am shorter than the jackfruit tree. I am the shortest among the 3 trees. അടുത്ത ജാക്ക് ഫ്രൂട്ട് പറയാണ്. ഐ എം എ ജാക്ക് ഫ്രൂട്ട് ട്രീ. ഐ എം ടോളർ ദാൻ ദി മാംഗോ ട്രീ. അടുത്ത കോക്കനട്ട്. ഐ എം എ കോക്കനട്ട് ട്രീ. ഐ എം ടോളർ ദാൻ ദി ജാക്ക് ഫ്രൂട്ട് ട്രീ. ഐ ആം ദി ടോളസ്റ്റ് എമംഗ് ദ 3 trees. അപ്പോൾ ഈ ടോളസ്റ്റ് ഗ്രാമർ പോർഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആക്ടിവിറ്റി 6 നമുക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. നോക്കാം. There were 3 rose flowers in a garden. 3 റോസ് ഫ്ലവേഴ്സ് ഉണ്ട് ഒരു ഗാർഡനിൽ. 1 flower was, ഇവിടെ ദാൻ ആയതുകൊണ്ട് ഇവിടെ ബിഗ്ഗർ എന്നാണ് വരിക കേട്ടോ. നമുക്ക് ഫില്ല് ചെയ്യാം. ബിഗ്ഗർ ആണ്. ദാൻ ദി അതർ 2 ഇറ്റ് വാസ് ദി ആണ്. ദിക്ക് ശേഷം ബിഗിൻ്റെ ബിഗ്ഗസ്റ്റ് ആണ് വരിക കേട്ടോ. ബിഗ്ഗസ്റ്റ് ഫ്ലവർ എമംഗ് ദ 3. എ ബീ ഫ്ലൂ ടു ദ ബിഗ്ഗസ്റ്റ് ഫ്ലവർ ആൻഡ് ഡ്രാങ്ക് ഇറ്റ്സ് നെക്ടർ. ദെൻ ഇറ്റ് അപ്രോച്ച്ഡ് ദി സെക്കൻഡ് ഫ്ലവർ. ദ നെക്ടർ ഓഫ് ദ ഫ്ലവർ വാസ് sweeter than that of the first flower. The bee then flew to the third flower. The nectar of the third flower was the sweetest of all. Sweeter, sweetest, bigger, biggest ഒക്കെയാണ് ഇവിടെ വരിക.
Activity 7 ആണ്. Michael's team won the game. He was very happy. He wrote his feelings in his diary. What would be his diary entry? അപ്പോൾ മൈക്കിൾ ആ ഗെയിം ജയിച്ചു, ഭയങ്കര ഹാപ്പി ആയി. അവൻ്റെ ഫീലിങ്സ് അവൻ ഡയറിയിൽ എഴുതുകയാണ്. എന്തൊക്കെയായിരിക്കാമെന്നാണ്. നമ്മൾ ആദ്യം ഒരു ഡേറ്റ് കൊടുക്കുക. ഇവിടെ 25 November 2024 ഞാൻ കൊടുത്തു. ടുഡേ വാസ് ദ ബെസ്റ്റ് ഡേ എവർ. വി വൺ ദ ഗെയിം ആൻഡ് ഐ മേഡ് ദ വിന്നിംഗ് ഷോട്ട്. All my practice paid off and I felt so proud. Daddy's advice really helped me stay focused. Mama and Daddy became so happy and they were proud of me. Ronnie and Larry also celebrated with me. And it felt amazing to be part of the team. I am especially grateful to Mama. Her unwavering support and encouragement helped me a lot throughout this journey. Even when I was impatient and worried about my height, she sat down next to me and explained that I needed to be patient and listen. She even put salt in my shoes just to help me believe in myself. I finally realized that her advice to be patient was the most important lesson of all. I am so happy. അപ്പോൾ ഇന്ന് എനിക്ക് വളരെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ഞങ്ങൾ ആ ഗെയിം ജയിച്ചു. ഞാനാണ് വിന്നിങ് ഷോട്ട് അടിച്ചത്. എൻ്റെ എല്ലാ പരിശ്രമങ്ങളും ഇപ്പോൾ ഫലം കണ്ടു അല്ലേ. ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഡാഡിയുടെ അഡ്വൈസ്, അച്ഛൻ്റെ ഉപദേശമാണ് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തത്. അമ്മയും അച്ഛനും ഹാപ്പിയായി. എന്നെക്കുറിച്ച് ഓർത്ത് അവർക്ക് ഭയങ്കര പ്രൗഡാണ് അവരിപ്പോൾ. അതേപോലെ റോണി, ലാറി ബ്രദേഴ്സും ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. ഞാൻ താങ്ക്ഫുൾ ആയിരിക്കുന്നത് എസ്പെഷ്യലി അമ്മയോടാണ്. അമ്മയുടെ സപ്പോർട്ടും എൻകറേജ്മെൻറ്റുമാണ് എന്നെ ഈ ജേർണിയിൽ ഹെൽപ്പ് ചെയ്തത് അല്ലേ. ഞാൻ ഇംപേഷ്യൻ്റ് ആയപ്പോൾ അമ്മ എന്ത് ചെയ്തു, എൻ്റെ ഹൈറ്റിനെ കുറിച്ച് ഞാൻ വളരെയധികം വറി ചെയ്ത സമയത്ത് അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പേഷ്യൻസിനെ കുറിച്ചിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. എൻ്റെ ഷൂവിൽ അവർ സോൾട്ട് ഇട്ടു അല്ലേ, ഒരു വിശ്വാസം വരുത്താൻ വേണ്ടി ഷൂവിൽ സോൾട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫൈനലി ഞാൻ തിരിച്ചറിഞ്ഞു പേഷ്യൻസ് ആണ്, ക്ഷമയാണ് ഏറ്റവും വലുതായിട്ട് വേണ്ടത് എന്നുള്ളത്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഇതാണ് നമ്മുടെ ഡയറിയിൽ വരുന്നത്. ഇനി ആക്ടിവിറ്റി 8 ആണ്. 8 വിപിൻ റോട്ട് എ ലെറ്റർ ടു മൈക്കിൾ. ഹിയർ ഇസ് എ ലെറ്റർ, റീഡ് ഇറ്റ്. വിപിൻ മൈക്കിളിനൊരു ലെറ്റർ എഴുതുന്നതാണ്, നിങ്ങൾ വായിക്കുക. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇമാജിൻ ദാറ്റ് യങ് മൈക്കിൾ റൈറ്റ്സ് എ റിപ്ലൈ. ഹൗ വുഡ് ഹി റിപ്ലൈ. ഇനി മൈക്കിൾ റിപ്ലൈ ലെറ്റർ അയക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നാണ്, അത് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു അഡ്രസ്സ് കൊടുക്കുക. USA 25 March 2024. ഡിയർ വിപിൻ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് വേർഡ്സ് ആൻഡ് എൻകറേജ്മെൻറ്റ്. വിപിന് താങ്ക് യു പറയുന്നു. യുവർ ലെറ്റർ മീൻസ് എ ലോട്ട് ടു മീ. നിൻ്റെ ലെറ്റർ എനിക്ക് ഒരുപാട് അർത്ഥങ്ങൾ തരുന്നുണ്ടല്ലേ. ഇറ്റ് ഫീൽസ് ഗ്രേറ്റ് ടു നോ ദാറ്റ് മൈ ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ആർ ഇൻസ്പയറിംഗ് അതേഴ്സ്. ഐ ലവ് പ്ലേയിങ് ബാസ്കറ്റ്ബോൾ ആൻഡ് ഐ വിൽ കണ്ടിന്യൂ ടു പ്രാക്ടീസ് ആൻഡ് ഗിവ് മൈ ബെസ്റ്റ്. Your support motivates me to keep going and stay determined. I also want to tell you that I wouldn't be here without my mama. Her unwavering support and encouragement helped me a lot. When I was younger and worried about being too short, she was the one who sat me down and told me to be patient and listen. She even used to sprinkle salt in my shoes to help me believe that I would grow. She taught me that while I was waiting to grow taller, I should focus on my game. Because of her and Daddy's advice, I realized that practice and determination are more important than anything else. Thank you again for taking the time to write to me. It really made my day special. Sincerely, Michael. Okay, അപ്പോൾ ഇതാണ് ഡയറി. ആക്ടിവിറ്റി 9 നമുക്കിവിടെ ഹിയർ ഇസ് എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് ദ ഫേമസ് ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റർ രാജേന്ദ്ര സിംഗ് റഹേലുവിൻ്റെ ഒരു പ്രൊഫൈൽ തന്നിട്ടുണ്ട്. റീഡ് ദ പ്രൊഫൈൽ ഗിവൺ എബോ ആൻഡ് ഫിൽ ദ ഡീറ്റെയിൽസ് ബിലോ. അത് വായിച്ചിട്ട് നമുക്ക് ഈ ബർത്ത്, കരിയർ അച്ചീവ്മെൻറ്റ്സ് ഒന്ന് ഫിൽ ചെയ്യണം. ബർത്ത് എപ്പോഴാണ്? 22 July 1973 at Messampur in Punjab. Career started with lifting a weight of 75 kg and increased it to 115 through rigorous training and motivation. Achievements: won the silver medal in powerlifting at the Commonwealth Games 2014. അടുത്തത് നമുക്ക് ആക്ടിവിറ്റി 10 ഇവിടെ അരുണിമ സിൻഹയുടെ എന്താണ് ഹിന്ദികളാണ് തന്നിരിക്കുന്നത്. നമ്മൾ പ്രൊഫൈൽ എഴുതണം. നമുക്ക് ആ പ്രൊഫൈൽ നോക്കാം. Arunima Sinha എന്ന് ഹെഡിങ് കൊടുക്കുക. Arunima Sinha was born on 20 July 1989 in Ambedkar Nagar near Lucknow. ലക്നൌവിൽ അംബേദ്കർ നഗറിൽ ജനിച്ചു, ഉത്തർപ്രദേശിലാണ്. Her father was an Indian Army official and her mother worked as supervisor in the health department. Despite her challenges, Arunima achieved remarkable success. She became the first woman amputee to climb Mount Everest. Mount Everest കീഴടക്കി. She was also a volleyball player on the Indian team, competing 7 times. Her determination and resilience have made her an inspiration to many. Okay, അപ്പോൾ ഇത്രയാണ്
നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് സ്പീഡായിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കൊണ്ടുപോയിരിക്കുന്നത്. വീഡിയോ ഒരുപാട് ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ തുടർന്നും വാച്ച് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.